നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പപ്പയുടെ 3ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ പള്ളിയിൽ കുർബാനയും ഒപ്പീസും ഒക്കെ ഉണ്ട്. 6:30-ക്കായിരുന്നു കുർബാന. അപ്പം പൂക്കളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലുള്ള കുറച്ച് പൂക്കളും കൂടെ ഞങ്ങൾ പറിച്ച് കല്ലറയിൽ, അതായത് കുർബാനയ്ക്ക് മുമ്പ് കൊണ്ട് വെക്കാൻ പോവാണ്. പപ്പ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ചെടിയിൽ നിന്നുള്ള പൂ കൂടെ എടുത്തിട്ടുണ്ട്. സാറേ അങ്ങോട്ട് കയറി, ഞങ്ങൾ അന്ന് പോയേക്കുവാ. നിങ്ങളുടെ കൂടെ കൊണ്ടുവരുമല്ലേ? തിരി എല്ലാം ഇതിനകത്തുണ്ട്. ഉണ്ടോ? ഓക്കെ. സാറേ ഇല്ലല്ലേ? ഞങ്ങൾ ആദ്യം ഇറങ്ങി. ഞങ്ങൾ കല്ലറയിൽ കൊണ്ട് പൂക്കളും തിരികളും ഒക്കെ വെക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഇറങ്ങി. അന്നമോളും സാറമോളും ഒക്കെ ജിമിയുടെ കൂടെ അവരുടെ വണ്ടിക്കാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി, പ്രവിത്താനം പള്ളി. അപ്പം അവിടെയാണ് പപ്പയുടെ കല്ലറയുള്ളത്. അപ്പം ഞങ്ങൾ രാവിലെ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ കല്ലറയിൽ വന്ന് പൂ വെക്കാൻ നേരത്തെ നമ്മളന്ന് വെല്ലിപ്പാട് ഫോട്ടോ എടുത്തായിരുന്നു. നല്ലതുണ്ടോ? ഇന്നലെ കഴുകിയതാ. ഏതാ റോസാപ്പൂ വെച്ച? ഡെക്കറേഷൻ അങ്ങനെ ജോയും ജിനിയും കൂടെ കൂടി പപ്പായുടെ കല്ലറ അലങ്കരിച്ചു. ജോ മൊത്തം തിരി വെച്ചു. എടാ കത്തിച്ചോക്കടാ. ബാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ വെച്ചിട്ട് അലങ്കരിച്ചോണ്ടിരിക്കുന്നു. ഒരു തിരി കത്തിച്ചിട്ട് അങ്ങനെയല്ല, അതാദ്യം കയ്യിലെടുക്ക്. അതെടുക്ക്. ഓക്കെ, തിരിച്ച് അങ്ങനെയല്ല, ഇങ്ങനെ വെക്ക്. ആദ്യം ലൈറ്റർ അങ്ങനെ വെക്ക്. കത്തുന്നുണ്ടോ? ഇതൊന്നും കത്തിക്കാൻ അറിയത്തില്ല. അതാണോടാ നീ വന്നത്? ഓക്കെ. അങ്ങനെയല്ല, അങ്ങനെ കത്തത്. അങ്ങനെ പിടിക്കാനുള്ള ലൈറ്റ്. ഓക്കെ, ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. ആ തിരിയും കൊണ്ട് നീ എല്ലായിടത്തും കത്തിച്ചാൽ മതിടാ, നിനക്ക് എളുപ്പമുണ്ടായിരിക്കും. തിരിയും കൊണ്ട് എല്ലായിടത്തും കത്തിച്ചിട്ട് നമുക്ക് ഓക്കെ. അല്ല, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മെത്തേഡിൽ ജോ തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തുന്നുണ്ടോ? ആ ലൈറ്റർ തിരിക്കരുത്. ലൈറ്റർ ചതിച്ചാൽ കൈ പൊള്ളും. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അത് അലങ്കരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുർബാന കാണാൻ പോകാം. ആ കാണുന്നതാണ് പള്ളി. പോകാം. ഞങ്ങളുടെ പള്ളിയിലെ കുർബാന എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകും. സാറൊക്കെ ഇന്ന് തന്നെ സാറ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് സാറ് അപ്പോൾ നമുക്ക് അപ്പോൾ സ്റ്റൗ ആണ് ഇന്നുള്ളത്. വൈറ്റ് സ്റ്റൗ ആണുള്ളത്. പിന്നെ കപ്പയും മീൻ കറിയുണ്ട്. നമ്മുടെ ഇവിടെ ലൂക്കയുണ്ട്. മമ്മി നല്ല കപ്പയും മീൻകറി വെച്ചു. മീൻകറിക്ക് ആണെങ്കിൽ ലോകത്തിലല്ലാത്ത എരിവ്. അയ്യോ, മമ്മി പറഞ്ഞു ഇന്ന് ശരിയാന്ന് പറഞ്ഞു. ജിമിയുടെ കണ്ണിക്കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ അപ്പൊ കരഞ്ഞിരിക്കുക. മമ്മി റെഡി കളറേ ഉള്ളൂ, ഒട്ടും എരിവില്ല. ഞാൻ ഇന്നലെ കഴിച്ചില്ല. അത് കാണിച്ചു തരാം. മീൻകറി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അപ്പവും സ്റ്റൗവും കഴിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അപ്പവും സ്റ്റൗവും കഴിക്കുന്നതായിരിക്കും. ഇത് ജോക്കൂട്ടിന്റെ പാട്ടുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ജോക്കൂട്ടിന്റെ പാട്ട്, ജോക്കൂട്ടിന്റെ അരങ്ങേറ്റമാണ് ഇന്ന് പാട്ട്.
ഫസ്റ്റ് പാട്ട് നന്നായിട്ട് പാടണം കേട്ടോ. ഞങ്ങൾ കത്തീഡ്രൽ പള്ളി വന്നിട്ടുണ്ട്. ജോഹാന് പാട്ട് അല്ലേ ജോ? പാട്ടൊക്കെ പഠിച്ചോ? നീ അവിടെ നിൽക്ക്, കാണത്തില്ലൊന്നുമില്ല. സൂപ്പറായിട്ട് പാടണം കേട്ടോ. ജോക്കുട്ടിന് ചെസ് നമ്പറൊക്കെ കിട്ടി. എത്രയാടാ ചെസ് നമ്പർ? എടാ നീ മാർക്ക് നിൽക്ക്. 119. ഓക്കെ. കുറേ പിള്ളേരുണ്ട് അല്ലേ? ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. മേഖലാ മത്സരമാണ്. എല്ലാവരും പാട്ട് പാടാനല്ലടാ, വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു പള്ളിയിൽ നിന്ന് 2 പേരേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയും പിള്ളേർ വരത്തുള്ളൂ. എല്ലാവരും കൂടെ വന്നാൽ 2 പിള്ളേർ, 2 ബോയ്സും 2 ഗേൾസും. ഗേൾസ് 2, ബോയ്സ് 2 അങ്ങനെ. ജോഹാൻ്റെ ആദ്യത്തെ മത്സരമായിരുന്നു ഇത് പാട്ടിൻ്റെ. അപ്പോൾ അവന് A ഗ്രേഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പ്രവർത്താനം വീട്ടിലോട്ട് വന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും കയറിക്കിടന്ന് ഉറങ്ങാൻ പോവാണ്, വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വ്ളോഗായിട്ട് വരാം.